ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. മംഗളാചരണം. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായതേ നമഃ. നമുക്കെല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം 84, സ്തോത്രം 84. ശ്രുതീനാം മൂർധാനോ ദദതി തവയോ ശേഖരതയാ മമാപ്യേദോ മാദ ശിരസി ദയയാ ധേഹി ചരണോ യയോപാദ്യം പാദ പശുപതി ജടാജൂഢതടിനി യയോർലാക്ഷാലക്ഷ്മീ അരുണഹരിചൂടാമണിരുചിഃ. ശ്രുതീനാം, ശ്രുതി പറഞ്ഞ വേദം. മൂർധാനോ മൂർധാനഃ ദദതി തവ യൗ ശേഖരതയാ മമ ആപ്യേതൗ മാതഃ ശിരസി ദയയാ ധേഹി ചരണൗ യയോഃ പാദ്യം പാദഃ പശുപതി ജടാജൂഢതടിനി യയോഃ ലാക്ഷാലക്ഷ്മീഃ അരുണഹരി ചൂടാമണി രുചിഃ. ഹേ മാതാവേ, അല്ലയോ മാതാവേ, തവ നിന്തിരുവടിയുടെ യൗ ചരണോ യാതൊരു പാദങ്ങളെ ശ്രുതീനാം മൂർധാനഃ വേദശിരസ്സുകളായ ഉപനിഷത്തുകൾ. ശ്രുതീനാം മൂർധാനം, അപ്പോൾ വേദശിരസ്സുകൾ എന്ന ഉപനിഷത്തിനെ വേദാന്തം എന്ന് പറയും. വേദത്തിൻ്റെ അന്ത്യഭാഗങ്ങളിലായതുകൊണ്ട് വേദാന്തം എന്ന് പറയും, വേദശിരസ് എന്നും പറയും. അപ്പോൾ ഉപനിഷത്ത് സാരമാണ് ഈ എല്ലാ സ്തോത്രങ്ങളിലും നമ്മൾ കാണുന്നത്. ഭഗവത്ഗീത ആയിക്കോട്ടെ, വേദങ്ങളായിക്കോട്ടെ, ഉപനിഷത്തുകളായിക്കോട്ടെ, എല്ലാത്തിലും അതാണ് കാണുന്നത്. അപ്പോൾ യാതൊരു പാദങ്ങളെ ശ്രുതീനാം മൂർധാനഃ വേദശിരസ്സുകളായ ഉപനിഷത്തുക്കൾ ശേഖരതയാ ശിരോലങ്കാരമായിട്ട് ദദതി ധരിക്കുന്നു. തൗ ഏതൗ ചരണോ ആ ഈ ചരണങ്ങളെ മമ എൻ്റെ ശിരസി അപി ശിരസിലും ദേഹി വെച്ചരുളേണമേ. ശങ്കരാചാര്യർ പറയുകയാണ്, നമ്മളും പറയുകയാണ്. നമ്മൾ മഹാബലിയുടെ ശിരസിൽ ഭഗവാൻ പാദം വെച്ചു എന്നും പാദം വെച്ച് ഇങ്ങനെ തൊട്ട് അനുഗ്രഹിക്കുക മാത്രം അനുഗ്രഹിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭഗവതിയോടും പറയാണ്, ആ വേദശിരസാകുന്ന പാദം ഉണ്ടല്ലോ അത് നമ്മുടെ തലയിലും വെച്ച് അനുഗ്രഹിക്കണേ, വെച്ചരുളേണമേ. യയോ യാതൊരു പാദങ്ങൾക്ക് പാദ്യം പാദ പാദ്യജലമായിട്ടുള്ളത് പശുപതി ജടാജൂഢതടിനി പരമശിവൻ്റെ ജടാഭാരത്തിലിരിക്കുന്ന ഗംഗാനദിയാകുന്നു. അപ്പോൾ നമ്മൾ അർഘ്യം പാദ്യം എന്നൊക്കെ പറയും. അതായത് ഒരു ദേവനെയോ അല്ലെങ്കിൽ നമ്മളൊരു ഗസ്റ്റിനെയോ നമ്മളെ വീട്ടിലൊരു അതിഥിയോ വന്നാൽ നമ്മൾ ആദ്യം കാലും കൈയും കഴുകാനുള്ള വെള്ളമാണ് ആദ്യം കൊടുക്കേണ്ടത്. അതുപോലെ ഭഗവതിയുടെ കാല് നനക്കുന്നത് ആരാ? ആ പരമശിവൻ്റെ സ്വന്തം ഭർത്താവായ പരമശിവൻ്റെ ജടയിലിരിക്കുന്ന ഗംഗാജലം കൊണ്ടാണ് ദേവിയുടെ പാദജലമായിട്ടുള്ളത് പറയുന്നു. ഗംഗാനദിയാകുന്നു. യയോഹോ യാതൊരു പാദങ്ങളുടെ ലാക്ഷാലക്ഷ്മി ചെമ്പരത്തിച്ചാറ് ചാർത്തിയ ശോഭ. അതായത് നമ്മൾ ഈ ഡാൻസ് കളിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു തരം ചുവന്ന ഒരു ലിക്വിഡ് കുട്ടികളെ പാദത്തിനൊക്കെ വരച്ചിട്ട് കാണാം. അത് എല്ലാം ഈ ദേവിയിൽ നിന്ന് വന്നതാവണം കേട്ടോ. അപ്പോൾ ദേവിയുടെ പാദത്തിന് ചെമ്പരത്തിച്ചാറ് ചാർത്തിയ ശോഭയുണ്ട്. അപ്പോൾ അരുണഹരി ചൂടാമണി രുചിഃ മഹാവിഷ്ണുവിൻ്റെ അരുണവർണ്ണമുള്ള മകുടരത്നങ്ങളുടെ ശോഭയായി ഭവിക്കുന്നു. അപ്പോൾ അവിടെ ഈ പാദത്തിന് എല്ലാവരും നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം മകുടം അവിടെ തട്ടുമ്പോൾ ആ പാദമെല്ലാം ഇങ്ങനെ അതിലുള്ള ആ രത്നക്കല്ലുകൾ കൊണ്ട് ആ പാദങ്ങളും എല്ലാം ഇങ്ങനെ ചുവപ്പായിട്ട് തിളങ്ങുന്നതായിട്ട് തോന്നും. അതുപോലെ അമ്മയുടെ പാദം അങ്ങനെ തിളങ്ങുകയാണ്. മഹാവിഷ്ണുവിൻ്റെ അരുണവർണ്ണമുള്ള മകുട
രത്നങ്ങളുടെ ശോഭയായി ഭവിക്കുന്നു എന്ന് പറയുന്നു. അല്ലയോ മാതാവേ, വേദശിരസ്സുകളാകുന്ന ഉപനിഷത്തുകൾ എന്ന് പറഞ്ഞാൽ ആധ്യാത്മ തത്വപ്രതിപാദകങ്ങളായതുകൊണ്ട് അവ വേദശിരസ്സുകൾ എന്ന് പറയപ്പെട്ടിരിക്കും. ആധ്യാത്മ തത്വ പ്രതിപാദ്യങ്ങളാണ് വേദ ഉപനിഷത്തുകളിലെല്ലാം. ആധ്യാത്മ തത്വം എന്ന് പറഞ്ഞാൽ ആ ഭഗവാനും ആ പരബ്രഹ്മവും നമ്മുടെ ഉള്ളിലുള്ള ആ ആത്മാവും ഒന്ന് തന്നെയാണ്. അതിൽ നിന്ന് കിട്ടിയതാണ് നമുക്ക് ഈ ആത്മസ്വരൂപം എന്നുള്ള ആ തത്വത്തെയാണ് എല്ലാ ഉപനിഷത്തുകളും പറഞ്ഞു തരുന്നത്. അതാണ് വേദശിരസ് എന്ന് പറയുന്നത്. ഭഗവാനോ തത്വമസി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുതന്നെയാണ് വേദശിരസ്. അതായത് ഉപനിഷത്തുകൾ. തത്വമസി അത് ത്വം അസി, അത് നീയാകുന്നു. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ജീവാത്മാവും ആ പരമാത്മാവും ഒന്ന് തന്നെയാണെന്ന് പ്രതിപാദിക്കുന്നതാണ് ഉപനിഷത്തുകളുടെ വിഷയം. അപ്പോൾ ആ വേദശിരസ്സുകൾ എന്ന് പറയപ്പെട്ടിരിക്കുന്നു. നിന്തിരുവടിയുടെ യാതൊരു ചരണാരവിന്ദങ്ങളെ ശിരോഭൂഷണമായി ധരിക്കുന്നുവോ ആ ചരണാരവിന്ദങ്ങളെ നിന്തിരുവടി എൻ്റെ ശിരസിലും കരുണാപുരസരം അർപ്പിച്ചരുളയണമേ. എൻ്റെ ശിരസിലും കരുണാർദ്രമായിട്ട് അനുഗ്രഹിക്കണേ എന്ന്. നിന്തിരുവടിയുടെ ഈ ചരണാരവിന്ദങ്ങൾക്ക് പാതിജലം പരമശിവൻ്റെ ജടാഭാരത്തിലിരിക്കുന്ന ഗംഗാജലമാകുന്നു. ചെമ്പരത്തിച്ചാറിൻ്റെ ശോഭ മഹാവിഷ്ണുവിൻ്റെ അരുണവർണ്ണമായ മകുടരത്നങ്ങളുടെ കാന്തിയുമാകുന്നു. ആ ചുവപ്പ് നിറം വന്നത് മകുടരത്നങ്ങളുടെ കാന്തിയുമാകുന്നു എന്നാണ് ഇവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ വേദങ്ങൾ ഭഗവതി പാദാബ്ജത്തെ ശിരസിൽ നമിക്കുന്നു എന്ന് താല്പര്യം. ആ വേദങ്ങളുള്ള ആ പാദം നമ്മുടെ ശിരസിലും വെച്ച് അനുഗ്രഹിക്കണേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭഗവത് പാദർ തന്നെ പറഞ്ഞാണ്. അതുപോലെ തന്നെ നമ്മളെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാം പ്രകൃതേ സ്വഭാവാത് കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.